പ്രശസ്ത ഇറാനിയൻ അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും കിൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ ത്രിത പാഴ്സിയുടെ പുതിയ ഭൗമരാഷ്ട്രീയ വിശകലനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ യുദ്ധ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നതാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളിൽ ഉണ്ടാക്കിയ വിള്ളലുകളെയും വാഷിംഗ്ടണും ടെലവീവും തമ്മിലുള്ള ആഭ്യന്തര ഭിന്നതകളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് ആരോ സിസ്റ്റം എന്നിവയെക്കുറിച്ച് ലോകത്തിനു മുന്നിൽ കെട്ടിച്ചമച്ച അജേയതയുടെ പ്രതിച്ഛായ ഇറാന്റെ ആസൂത്രിതമായ മിസൈൽ ആക്രമണങ്ങളുടെ പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നാണ് പാഴ്സി വിലയിരുത്തുന്നത്. തുടർച്ചയായി ഉണ്ടായ മിസൈൽ വർഷങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് വഴിതുറക്കുകയും ചെയ്തു. ത്രിത പാഴ്സിയുടെ നിരീക്ഷണമനുസരിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും പൂർണ്ണമായി തടയാൻ ഇസ്രായേലിന്റെ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ടെലവീവ്, ഹൈഫ തുടങ്ങിയ പ്രമുഖ ഇസ്രായേലി നഗരങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലും ജനവാസ മേഖലകളിലും ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ച സംഭവം ഇസ്രായേലിന്റെ ദുർബലതയെയാണ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളെ ദീർഘകാലം പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ മാത്രം സാങ്കേതിക വിദ്യയ്ക്ക് കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഈ സംഘർഷത്തോടെ വ്യക്തമായി. അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക സഹായവും അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ തടസ്സമില്ലാത്ത വിതരണവും ഇല്ലാത്ത ഇസ്രയേലിന് തങ്ങളുടെ ആകാശം സുരക്ഷിതമാക്കാൻ കഴിയില്ലെന്ന ഈ യുദ്ധം തെളിയിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലുള്ള അണിയറയിലെ കടുത്ത ഭിന്നതയാണ്. ഇറാനെതിരെ വീണ്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ നെതന്യാഹു ആഗ്രഹിക്കുമ്പോഴും അമേരിക്കയെ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ട്രംപ് ഒട്ടും തയ്യാറല്ല. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ അമേരിക്കൻ നികുതി പണവും സൈനിക ശേഷിയും അനന്തമായി ഉപയോഗിക്കുന്നതിനോട് ട്രംപിന് കടുത്ത വിയോജിപ്പുണ്ട്. തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്കൻ സൈന്യത്തെ ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധമുഖത്തേക്ക് നയിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ലെന്ന് ത്രിത പാഴ്സി വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്തൊരു മുന്നറിയിപ്പ് നൽകാൻ ട്രംപ് തന്ത്രപരമായ ഒരു നീക്കം നടത്തിയെന്നാണ് പാഴ്സി വെളിപ്പെടുത്തുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമായ താഡ് പോലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ വിതരണം ട്രംപ് ഭരണകൂടം മനഃപൂർവ്വം നിയന്ത്രിക്കുകയോ തടഞ്ഞുവെക്കുകയോ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക നൽകുന്ന പ്രതിരോധ കവചങ്ങളുടെ ബലത്തിലാണ് നെതന്യാഹു മേഖലയിൽ ഏകപക്ഷീയമായി യുദ്ധം വ്യാപിപ്പിക്കുന്നതെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. തങ്ങളുടെ താൽപര്യങ്ങൾ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന് ആയുധ സഹായം പരിമിതപ്പെടുത്തിയാൽ മാത്രമേ അവരെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന് വാഷിംഗ്ടൺ തിരിച്ചറിയുന്നു. അമേരിക്കയുടെ ഈ ആയുധ നിയന്ത്രണം ഇസ്രായേൽ പ്രതിരോധ സേനയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്ററുകളുടെ സ്റ്റോക്ക് പരിമിതമായതിനാൽ വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ ചെറുക്കുമെന്ന ഭയം ഇസ്രായേലിനുണ്ട്. നെതന്യാഹുവിന്റെ യുദ്ധ താൽപര്യങ്ങൾക്ക് അമേരിക്കൻ ഭരണകൂടം നൽകുന്ന അന്ധമായ പിന്തുണയുടെ വില വളരെ വലുതാണെന്ന് ത്രിത പാഴ്സി മുന്നറിയിപ്പ് നൽകുന്നു. വാഷിംഗ്ടണിന്റെ എല്ലാ ഉപദേശങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒടുവിൽ അമേരിക്കൻ സൈനികരെ കൂടി അപകടത്തിലാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇറാന്റെ മിസൈൽ പ്രോഗ്രാം എന്നത് ഏതാനും ആണവ കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് രാജ്യമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ വിക്ഷേപണ കേന്ദ്രങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇറാനെതിരെ ഒരു പരിമിതമായ വ്യോമാക്രമണം നടത്തി വിജയിക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന് പാഴ്സി വിലയിരുത്തുന്നു. ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ തങ്ങളുടെ അവസാനത്തെ പ്രതിരോധ ആയുധമായ മിസൈൽ കരുത്ത് ഉപയോഗിച്ച് തന്നെ നേരിടും. ഈ ഒരു സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാവുകയും അത് അമേരിക്കയെ പൂർണ്ണമായും അതിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യും. മേഖലയിൽ ഒരു സുസ്ഥിരമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇറാനെയും ലെബനനെയും ഉൾപ്പെടുത്തിയുള്ള സമഗ്രമായ നയതന്ത്ര ചർച്ചകൾ ആവശ്യമാണെന്നാണ് ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. എന്നാൽ അത്തരം ചർച്ചകളെ അട്ടിമറിക്കുന്ന നിലപാടാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
ട്രംപ് ഭരണകൂടം ഇപ്പോൾ നെതന്യാഹുവിനോട് സ്വീകരിക്കുന്ന ഈ കടുത്ത സമീപനം താൽക്കാലികമായ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ, അതോ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും ആയുധങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് നെതന്യാഹുവിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയപ്പോൾ ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ നെതന്യാഹുവിന്റെ യുദ്ധ താൽപര്യങ്ങൾക്ക് കടിഞ്ഞാണിട്ടിരിക്കുകയാണ്. വൻ ശക്തികളുടെ ഈ നിഴൽ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് ത്രിതാ പാഴ്സിയുടെ ഈ വിശകലനം അടിവരയിടുന്നു.